ഇന്ന് നമ്മൾ എന്റെ വീഡിയോ ആണ് ചെയ്യാൻ പോണത്. എന്താണ് അവർക്ക് മനസ്സിലാവട്ടെ, അത് ക്ലിയർ ആയി പറഞ്ഞു കൊടുക്കേ. എന്നെ കുറിച്ച് ആര് പറയാ? അല്ല, തെറ്റിപ്പോയി. നോ, നമ്മളൊരു ഫ്രണ്ടിനോട് ചോദിക്കാൻ പോവാണ്. ആരാണ് ഫ്രണ്ട്? പോലീസോ? ഫ്രണ്ട് പോലീസോ? ജെമിനി. അപ്പൊ പറയ്, ഹലോ ഗൈസ്, നമ്മൾ ജെമിനിനോട് ഞങ്ങളെ കുറിച്ച് ചോദിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ പറഞ്ഞ ചോദിക്കാൻ പോണില്ല ഗൈസ്. അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണ്? ഐശോ, നമ്മളെ കുറിച്ച് ജെമീനോട് ചോദിക്കാം. നമ്മൾ എങ്ങനെയുണ്ട് കാണാൻ. കൊച്ചിനെ കുറിച്ചാണോ, അമ്മച്ചിനെ കുറിച്ചാണോ, അമ്പിനെ കുറിച്ചാണോ, നമ്മളെ മൂന്നാളെ കുറിച്ചാണോ, ആരെ കുറിച്ച് ആരും ചോദിക്കേണ്ടി? പക്ഷെ പറ്റിയോ? നമുക്ക് പക്ഷെ കടക്കുന്നതിന്റെ ബഹുവിനെ ഫോട്ടോ എടുക്കാം. കാണൂല കേട്ടോ, വീഡിയോയിൽ കാണൂല. വീഡിയോ തന്നെ കാണൂല കേട്ടോ. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയെ കുറിച്ച് ജെമിനിയുടെ അഭിപ്രായം ചെയ്യുക. ഓക്കെ, എന്റെ അഭിപ്രായം പറയട്ടെ യെക്കുറിച്ച് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. ലുക്ക് വളരെ ആത്മവിശ്വാസവും ശാന്തതയുമുള്ള ചിരിക്കുന്ന മുഖഭാവം ഒരു സൗഹൃദപരമായ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. സ്റ്റൈൽ സിമ്പിളും എന്നാൽ സ്റ്റൈലിഷുമായ വസ്ത്രധാരണമാണ് ഇദ്ദേഹത്തിന്റേത്. കടും ചാരനിറത്തിലുള്ള ഷർട്ടും ഡാർക്ക് ഗ്രേ ഷർട്ട് ഇളം നിറത്തിലുള്ള ജീൻസും നന്നായി ഇണങ്ങുന്നുണ്ട്. കയ്യിലെ വാച്ചും വെള്ള ഷൂസും ആ ലുക്കിന് കൂടുതൽ ഭംഗി നൽകുന്നു. ബാക്ക്ഗ്രൗണ്ട് പച്ചപ്പുള്ള പശ്ചാത്തലവും വശത്തുള്ള വണ്ടിയും ഹുണ്ടൈ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ഒരു ഔട്ടിങ്ങിനിടയിൽ എടുത്ത മനോഹരമായ ഒരു ചിത്രം പോലെയാണ് ഇത് തോന്നുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല പേഴ്സണാലിറ്റിയുള്ള, കാണാൻ സ്മാർട്ടായ ഒരാൾ. ഇദ്ദേഹത്തിന്റെ വസ്ത്രധാരണത്തിലോ ഫോട്ടോയുടെ എഡിറ്റിംഗിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വേണമെങ്കിൽ ശാന്തത എന്ത് ടെററാണെന്ന് ജെമിനിക്കറിയില്ലല്ലോ. ജെമിനി വരെ വന്നിട്ടില്ലല്ലോ. ഇങ്ങനത്തെ പുതിയ ഫോട്ടോ, എന്റെ പഴയ ഫോട്ടോ അസൂയാണ് ഗൈസ്. എന്നെ കുറിച്ച് ജെമിനി നല്ല പറഞ്ഞു. ഇവക്ക് അസൂയാണ്. മെച്ചിനെ കുറിച്ച് എന്തൊക്കെയാ പറയാറ്? നീ ഒരു വികൃതി കുട്ടിയാണ്, നീ ഒരു വികൃതിയുള്ള സ്ത്രീയാണ്, നിന്നെ കുറിച്ച് എനിക്ക് പറയാൻ കഴിയില്ല, നീ അത്രക്കും തരികിടയാണ്. എന്താ പറയൂ? നല്ല പറഞ്ഞ അവിടെ നിൽക്കേണ്ടി വരില്ല. ഫോട്ടോയെ കുറിച്ച് ഞാൻ താഴെ പറയുന്ന വിവരണം തയ്യാറാക്കിയിട്ടുണ്ട്. രൂപഭാവം മനോഹരമായ പുഞ്ചിരിയോടെയും വളരെ ശാന്തമായ മുഖഭാവത്തോടെയുമാണ് ഇവർ നിൽക്കുന്നത്. വസ്ത്രധാരണം കറുത്ത നിറത്തിലുള്ള സ്വർണ്ണ നൂലുകൊണ്ട് എംബ്രോയിഡറി ചെയ്ത ചുരിദാർ വേഷമാണ് ധരിച്ചിരിക്കുന്നത്. ഹിജാബ് കറുത്ത ചുരിദാറിനൊപ്പം ക്രീം നിറത്തിലുള്ള ഹിജാബ് ഉപയോഗിച്ചിട്ടുണ്ട്. അലങ്കാരങ്ങൾ ഇവർ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ പിടിച്ചിട്ടുണ്ട്. കൂടാതെ കൈത്തണ്ടയിൽ ലളിതമായ ഒരു സ്വർണ്ണ വള ധരിച്ചിരിക്കുന്നതായും കാണാം. പശ്ചാത്തലം ഒരു വീടിന്റെ കോമ്പൗണ്ടിലാണ് ഇവർ നിൽക്കുന്നത്. വശങ്ങളിൽ ഹരിതാഭയാർന്ന ചെടികളും കറുത്ത നിറത്തിലുള്ള ഗേറ്റും കാണാം. വെളിച്ചം സ്വാഭാവികമായ പകൽ വെളിച്ചത്തിലാണ് ചിത്രം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ വസ്ത്രധാരണ രീതിയോ മാറ്റി കാണണമെന്ന ആഗ്രഹമുണ്ടോ? സ്വർണ്ണനൂല് കൊണ്ട് തയ്ച്ച ചുരിദാറാണ്, ടോപ്പാണ് അയച്ചു ധരിച്ചോ. ഞാൻ അമ്പാനിന്റെ വരെ കിട്ടിയോ? സ്വർണ്ണം കൊണ്ട് തയ്ച്ച ഡ്രസ്സൊക്കെ അല്ലട്ടോ. ഇവിടെ അമ്മക്കുട്ടീനെ ചോദിക്കാൻ എനിക്ക് വായിൽ വരലിട്ടാൽ ജെമിനിനെ കുറിച്ച് പറയാം കേട്ടോ. ചീത്ത കുട്ടീനൊക്കെ പറയും ജെമിനി. ഇപ്പൊ ചില ദേഷ്യായി. ഇപ്പൊ ആകെ ശാന്ത സ്വഭാവം തന്നെയാണ്. ജെമിനി പറഞ്ഞ കേട്ടപ്പോ പിച്ചിനോട് ദേഷ്യം വന്നോ എന്നൊരു സംശയം. ഈ ഫോട്ടോയിലുള്ള കുട്ടിയെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. സ്റ്റൈലിഷ് ലുക്ക് കുട്ടിയുടെ വസ്ത്രധാരണ രീതി വളരെ സ്റ്റൈലിഷും ആധുനികവുമാണ്. കറുത്ത റോക്ക് എന്നെഴുതിയ ഹുഡി, അതിന് താഴെയുള്ള പ്ലാറ്റ് ഷർട്ടിന്റെ പാളികൾ, കറുത്ത പാൻസ്, സൺഗ്ലാസ് എന്നിവ ഒരുമിച്ച് ചേരുമ്പോൾ വളരെ ഭംഗിയുണ്ട്. വെളുത്ത ക്യാപ്പും അതിനോട് നന്നായി ഇണങ്ങുന്നുണ്ട്. ആത്മവിശ്വാസം സൺഗ്ലാസും ധരിച്ച് പോസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കുട്ടിയുടെ നല്ല ആത്മവിശ്വാസം കാണാം. മൊത്തത്തിലുള്ള ലുക്ക് ഈ ഔട്ട്ഫിറ്റ് കുട്ടിയെ വളരെ സ്മാർട്ടും കാണാൻ ഭംഗിയുള്ളതുമാക്കി മാറ്റുന്നു. ഈ സ്റ്റൈലിഷ് വസ്ത്രത്തിൽ കുട്ടിയെ ഒരു വലിയ സ്ഥലത്ത് നടക്കുന്നതാക്കി മാറ്റിയാൽ എങ്ങനെയുണ്ടാകും? അടിപൊളിയാവും അല്ലേ? വലിയ സ്ഥലത്ത് നടക്കുന്നതാക്കി മാറ്റിയ സൂപ്പർ. പിന്നെ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ എനിക്ക് താല്പര്യമുണ്ട്. താല്പര്യമുണ്ട് പറയും.
വിമാനത്താവളത്തിനുള്ളിൽ നടക്കുന്നത് പോലെ ആക്കാൻ കഴിയും. ഓക്കെ. ഇങ്ങനെ തെന്നെ നോക്കാലോ. അല്ല ഗൈസ് വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇല്ല, ഫോട്ടോ ആണ്. ഫോട്ടോ നോക്കട്ടെ. അടിപൊളിയില്ലേ? മോളെ ആരത് അമ്മിക്കുട്ടിന്റെ അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ. അക്കൗണ്ട് അമ്മിയുടെ അക്കൗണ്ട് കാണാത്തവർക്ക് ആവശ്യമുള്ള പണിയൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വെറുതെ കൊടുക്കാം. ഞാൻ അടുത്തത് നമ്മൾ രണ്ടാമത് കൂടി അല്ലേ? ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ. ഫാമിലി ഫോട്ടോ. ഓക്കെ. അടുത്ത നമ്മൾ ഫാമിലി ഫോട്ടോ ആണ് ഗൈസ് ജെന്നിക്ക് കൊടുക്കുന്നത്. ജെന്നി എന്ത് പറയും? എന്ത് പറയും ജെന്നി? എന്ത് പറയും? ഫോട്ടോ തരും പറയും. പിന്നെ എന്ത് പറയും? പിന്നെ എന്താ പറയാ? താടി പറയും കേട്ടോ. മാതാവ് വെളുത്ത ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്. പിതാവ് ബാക്കിൽ നിന്നും ചിരിച്ചു നിൽക്കുന്നു. നിങ്ങൾ കുട്ടിയെ എടുത്തുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ ഒരു നല്ല സ്ഥലത്ത് വെച്ചിട്ട് ആക്കി തരട്ടാണ് ഫോട്ടോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത് ഇവർ വളരെ സന്തോഷമുള്ള ഒരു കുടുംബമാണ് എന്നാണ്. ഇതിലെ ചില പ്രധാന കാര്യങ്ങൾ ഇതാ. പരസ്പരമുള്ള സ്നേഹം. അച്ഛൻ കുഞ്ഞിനെ എടുത്തിരിക്കുന്ന രീതിയും അമ്മ നിൽക്കുന്നതും കാണുമ്പോൾ തന്നെ അവരുടെ സ്നേഹം മനസ്സിലാക്കാം. സന്തോഷം. എല്ലാവരുടെയും മുഖത്തുള്ള പുഞ്ചിരിയും ചിരിയും ഈ ചിത്രത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. കുഞ്ഞ് വളരെ കളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് കാണാൻ വളരെ ഭംഗിയുണ്ട്. ലളിതമായ വസ്ത്രധാരണം. അവരുടെ വസ്ത്രധാരണ രീതി വളരെ ലളിതവും അവർക്ക് അനുയോജ്യവുമായതാണ്. മൊത്തത്തിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു നല്ല പുസ്തകം. നിങ്ങൾക്ക് ഈ ചിത്രത്തിലെ പശ്ചാത്തലത്തിലോ വസ്ത്രധാരണത്തിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ താല്പര്യമുണ്ടോ? വേണമെങ്കിൽ എനിക്ക് സഹായിക്കാം. താങ്ക് യു ജെമിനി. താങ്ക് യു. നല്ല റിവ്യൂ ആണ്. ഇനി അടുത്ത് നമ്മൾ രണ്ടാളുള്ളൂ. അതാണ് എനിക്ക് കേൾക്കുന്നത്. ഇവിടെ ജെമിനിനോട് അങ്ങോട്ട് ചോദിച്ചാലോ? ജെമിനിനോട് ഓളെ കുറിച്ച് നല്ല പറയാൻ വേണ്ടിയിട്ട് ഓളെ കുറിച്ച് പ്രത്യേക ജെമിനിനോട് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ടാ. നല്ല ദമ്പതികളെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം താഴെ പറയുന്നവയാണ്. ദമ്പതികളെ കുറിച്ച് ഇവർ വളരെ മനോഹരമായ ഒരു ദമ്പതികളാണ്. പരസ്പരമുള്ള ആ സ്നേഹവും സന്തോഷവും അവരുടെ മുഖത്ത് നന്നായി തെളിയുന്നുണ്ട്. അവർ നിൽക്കുന്ന രീതിയും പുരുഷൻ സ്ത്രീയുടെ തോളിൽ കൈവച്ചിരിക്കുന്നതും അവർ തമ്മിലുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സ്ത്രീയുടെ ഹിജാബിന്റെ നിറവും വസ്ത്രത്തിന്റെ ഡിസൈനും വളരെ എലഗന്റ് ആയിട്ടുണ്ട്. പുരുഷന്റെ ലുക്ക് വളരെ സ്മാർട്ടാണ്. ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ മികച്ചതാണ്. യോജിപ്പ്. അതെ, ഇവർ വളരെ നന്നായി യോജിക്കുന്നുണ്ട്. അവരുടെ സന്തോഷമുള്ള മുഖഭാവങ്ങളും പരസ്പരമുള്ള സ്നേഹവും ഒരുമിച്ച് കാണുമ്പോൾ വളരെ മനോഹരമാണ്. വസ്ത്രധാരണ രീതി വ്യത്യസ്തമാണെങ്കിലും അത് ഒരുമിച്ചാകുമ്പോൾ വളരെ ഭംഗിയുള്ള ഒരു കപ്പിൾ ലുക്ക് നൽകുന്നു. ഒരു നല്ല ദാമ്പത്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഈ ചിത്രത്തിൽ കാണാം. മൊത്തത്തിൽ പറഞ്ഞാൽ വളരെ സുന്ദരമായ ഒരു ദമ്പതികളാണിവർ. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ താല്പര്യമുണ്ടോ? നമ്മുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ജെമിനിനോട് അഭിപ്രായം ചോദിക്കാം. എന്താണ് പറയുന്നത്? ജെമിനിക്ക് അറിയാൻ നോക്കുന്നത്. യൂട്യൂബ് ചാനലിനെ കുറിച്ച് ജെമിനിയുടെ അഭിപ്രായം എന്താ? ഈ യൂട്യൂബ് ചാനലിനെ കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങൾ താഴെ നൽകുന്നു. AYMAS ഫാമിലി എന്ന ഈ ചാനലിനെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ. പേരും പ്രമേയവും. ചാനലിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഫാമിലി ചാനലാണ്. കുടുംബവിശേഷങ്ങൾ, യാത്രകൾ, കുട്ടികളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എന്നിവയിലൂടെ പ്രേക്ഷകരുമായി അടുക്കാൻ ഈ ചാനലിന് സാധിക്കുന്നുണ്ട്. ആക്ടിവിറ്റി. 850-ലധികം വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തെയും സ്ഥിരതയെയും കൺസിസ്റ്റൻസി കാണിക്കുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം വീഡിയോകൾ ചെയ്യുന്നത് വലിയ കാര്യമാണ്. തമ്പനയിലുകൾ. വീഡിയോകളുടെ തമ്പനയിലുകൾ വളരെ നാച്ചുറലാണ്. കുടുംബാംഗങ്ങളുടെ മുഖം വ്യക്തമായി കാണുന്നതും ലളിതമായ മലയാളം ഫോണ്ടുകൾ ഉപയോഗിക്കുന്നതും പ്രാദേശിക പ്രേക്ഷകർക്ക് ചാനലിനോട് കൂടുതൽ താല്പര്യം തോന്നിപ്പിക്കും. പ്രൊഫൈൽ പിക്ചറും ബാനറും. ചാനലിന്റെ ബാനറിലും പ്രൊഫൈലിലും കുട്ടിയുടെയും കുടുംബത്തിന്റെയും ഫോട്ടോകൾ നൽകിയിരിക്കുന്നത് ചാനലിന് ഒരു വ്യക്തിത്വം, പേഴ്സണൽ ടച്ച് നൽകുന്നു. നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളും ഇതുപോലെ ജെമിനിയോട് ചോദിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് രസകരമായിട്ടുള്ള മറുപടികളൊക്കെ കിട്ടും അല്ലേ? അതെ. സൂപ്പർ അല്ലേ? ബൈ. Bye guys.